السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ അള്ളാഹുവിൻ്റെ അടുക്കൽ മഖ്ബൂലായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചു വരുന്നത് ഭാര്യ ഭർത്ത ബന്ധത്തിലുള്ള അവർ തമ്മിലുള്ള ഇടപാടുകളെ സംബന്ധിച്ചാണ്, ഹക്കുകളെ സംബന്ധിച്ചാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹക്കുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ ബാധ്യതകൾ പൂർത്തീകരിച്ചാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ജീവിതം എങ്ങനെ കല്യാണം കഴിപ്പിക്കണം എന്നത്തെ എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃക നമുക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ഒരു പ്രത്യേകത. ഒരാൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് മാതൃകയുണ്ട്. ഒരധ്യാപകനാണെങ്കിൽ ആ അധ്യാപകന്റെ ജീവിതത്തിലും റസൂലുള്ളാഹി തങ്ങളിൽ മാതൃകയുണ്ട്. ഒരു ജോലിക്കാരനാണെങ്കിലും ആ ജോലിക്കാരനും റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. ഒരു മുതലാളിയാണെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. വിദ്യാർത്ഥിയാണെങ്കിൽ കൂടി റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. അതേപോലെ ഒരു കുടുംബനാഥൻ, ഒരു ഗൃഹനാഥൻ, ഒരു ഭർത്താവ്, അവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. ഭാര്യമാർക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരിലും പെൺമക്കളിലും മാതൃകയുണ്ട്. അപ്പോൾ തീർത്തും മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാമ്പത്യ ജീവിതം അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെന്നതുപോലെ ആയിരിക്കണം. അതിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള ബാധ്യതകളെ സംബന്ധിച്ചാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടപ്പാടുകളെ സംബന്ധിച്ചാണ്. അത് കുറച്ച് ഗൗരവം കൂടുതലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഇതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹിൻ്റെ മുന്നിലല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ പറ്റുമായിരുന്നുവെങ്കിൽ ഞാൻ ഒരു ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന്. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചത് അത് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടപ്പാടിൻ്റെ ഗൗരവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത്രയും ബാധ്യത ആർക്കുണ്ട്? ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഹക്കുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. അതിനു മുമ്പ് ഈ ഭാര്യയും ഭർത്താവും രണ്ടുപേരും പരസ്പരം മുഷാറക്കത്തായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. രണ്ടാളും ഒരേപോലെ പങ്കാളികളാകുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ബാധ്യതകളുണ്ട്. മൂന്നോ നാലോ എണ്ണം, ഇത്രയേ ഉള്ളൂ. ഇതിൽ ഭാര്യയും ഭർത്താവും തുല്യരാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് അൽ മുഷാറക്കത്തു ഫിൽ ഇബാദാത്ത്. അൽ മുഷാറക്കത്തു ഫിൽ ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും രണ്ടുപേരും പരസ്പരം ഖൈറാത്തുകളിൽ മറ്റുള്ളവരെ സഹായിക്കുന്നവനാകണം. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും. ഇതിൽ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസാണ്. റസൂൽ പറയാണ്, റഹിമല്ലാഹു റജുലൻ, ഒരു വ്യക്തിയോട് അള്ളാഹു കരുണ കാണിക്കട്ടെ. എന്താ വ്യക്തിയുടെ പ്രത്യേകത? ഖാമ മിനൽ ലൈലി ഫസല്ല, അയാൾ രാത്രി എഴുന്നേറ്റു തഹജ്ജുദ് നിസ്കരിച്ചു, ഖിയാമുൽ ലൈൽ നിർവഹിച്ചു. എന്നിട്ടോ വഅയ്ഖള സൗജഹ, അയാളുടെ ഭാര്യയെ ഉണർത്തുകയും ചെയ്തു. രാത്രി നിസ്കരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ
തഹജ്ജുദിന്റെ നേരത്ത് ഭാര്യയെ ഉണർത്തുകയും ചെയ്തു. ഫൈൻ അബദ്, ആ ഭാര്യ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ വെള്ളമെടുത്ത് ആ ഭാര്യയുടെ മുഖത്തേക്ക് കുടയുകയും ചെയ്തു. എന്നിട്ട് ആ സ്ത്രീയെ എഴുന്നേൽപ്പിച്ച് ഭാര്യയെ നിസ്കരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള വ്യക്തിയോട് അള്ളാഹു കരുണ കാണിക്കട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുക. ഇതേപോലെ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറഞ്ഞു, ഇനി ഒരു സ്ത്രീ രാത്രി എഴുന്നേറ്റു, തൻ്റെ ഭർത്താവിനെ വിളിച്ചുണർത്തി, എഴുന്നേൽക്കാതെ കണ്ടപ്പോൾ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു, എന്നിട്ട് എഴുന്നേൽപ്പിച്ചു, കൂടെ നിസ്കരിപ്പിച്ചു. അങ്ങനെയുള്ള സ്ത്രീയോടും അള്ളാഹു കരുണ കാണിക്കട്ടെ. ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്ന ഒരു മസ്അല, ഇമാം മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് ഇത് വാജിബാണ് എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ മുസ്തഹബാണെന്നും പറഞ്ഞു. ഇജ്ബാർ നിർബന്ധിപ്പിക്കുക, ഒരാളെ അമൽ ചെയ്യാൻ നിർബന്ധിപ്പിക്കുക, അത് മുസ്തഹബാണെന്ന് വരെ പറഞ്ഞു. ഭാര്യ ഭർത്താക്കന്മാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഒരാൾ മറ്റേയാളെ അമാലുകളിൽ, ഇബാദാത്തുകളിൽ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും നിർബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം. നമ്മുടെ ബാധ്യതയാണ്. അത് ഭാര്യ ഭർത്താവിനെ ആയാലും ഭർത്താവ് ഭാര്യയായാലും. ഭാര്യ ചിലപ്പോൾ തകാസുലുള്ള ആളാണെങ്കിൽ, ഇബാദാത്തുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രാധാന്യം കൽപ്പിക്കാത്തവളാണെങ്കിൽ അവളെ നിർബന്ധിക്കുക നിസ്കരിക്കാൻ, സമയത്ത് നിസ്കരിക്കാൻ നിർബന്ധിപ്പിക്കുക. അതേപോലെ ഇൽമിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ നിർബന്ധിപ്പിക്കുക, ഇൽമ് പഠിക്കാൻ നിർബന്ധിപ്പിക്കുക, ചിട്ടയുള്ള ജീവിതം ഉണ്ടാക്കാൻ നിർബന്ധിപ്പിക്കുക. അത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. നേരെ മറിച്ച് ഭർത്താവ് ഹറാമും ഹലാലും ശ്രദ്ധിക്കാത്ത മനുഷ്യനാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ. അതേപോലെ നിസ്കാരത്തിന് പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുന്നതിന് ഗൗരവം കൊടുക്കാത്ത ആളാണ്. അങ്ങനെയാണെങ്കിൽ ഭാര്യ ആ ഭർത്താവിനെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പറഞ്ഞയക്കാനും സമ്പാദിക്കുന്നതിൽ ഹറാമും ഹലാലും വേർതിരിച്ച് മനസ്സിലാക്കാനും ആ ഭാര്യ ഭർത്താവിനെ നിർബന്ധിപ്പിക്കണം. അത് മുസ്തഹബാണെന്ന് ഇമാം മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഹുസ്നുൽ ഇശ്റ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾ നന്നാക്കണം. നല്ല രൂപത്തിൽ രണ്ടുപേരും പെരുമാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ് ഇവിടെ അതിന് തെളിവായിട്ട് കൊടുക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലിഹി, ഖൈറുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമൻ നല്ലയാള്, ഖൈറുക്കും ലി അഹ്ലിഹി നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ നന്നായവനാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, വഅന ഖിയാറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ ഭാര്യമാരുടെ അടുക്കൽ നല്ല രൂപത്തിലാണ് പെരുമാറുന്നത് എന്ന്. നിങ്ങൾ ആലോചിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെ ഒരു സാധാ മനുഷ്യനല്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. റസൂലാണ്, നബിയാണ്, ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മാലോകർക്ക് മുഴുവനുള്ള മാർഗദർശിയാണ്. ഈ ഉമ്മത്തിൻ്റെ മൊത്തം ഫിക്ർ റസൂലുള്ളാഹിയുടെ തലയിലുണ്ട്. നമ്മളെപ്പോലെ നമ്മളെ കുടുംബം, നമ്മളെ ജോലി, ഇത് മാത്രമല്ല റസൂലുള്ളാഹിയുടെ തലയിൽ. ഒരു ഉമ്മത്ത് മൊത്തമുണ്ട്. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന, പ്രസവിക്കാനിരിക്കുന്ന ഓരോ കുട്ടിയും റസൂലുള്ളാഹി തങ്ങളുടെ ഫിക്റിലാണ്. എങ്ങനെ എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റും, എൻ്റെ ഉമ്മത്തിന് എന്ത് ചെയ്യണം. അങ്ങനെ 24 മണിക്കൂറും ദഅവത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ആ പ്രവാചകൻ ഭാര്യമാർക്ക് കൊടുക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. നമ്മളെപ്പോലെ നമ്മൾ പറയുന്നത് നമുക്ക് തിരക്കാണ്, സമയമില്ല. ഭാര്യനെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഭാര്യൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ നമുക്ക് സമയമില്ല, നമ്മൾ പരാതി പറയുന്നു. നമ്മൾ ആലോചിക്കേണ്ട റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതമാണ്. റസൂലുള്ളാഹി തങ്ങൾ നമ്മളെക്കാൾ ഭാരിച്ച ഉത്തരവാദിത്തമുള്ള റസൂലാണ്, നബിയാണ്. എന്നിട്ട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ കൂടെ സമയം ചെലവഴിക്കാൻ തയ്യാറാകുമായിരുന്നു, അതിന് സമയം കണ്ടെത്തുമായിരുന്നു. നമ്മളെപ്പോലെ 1, 2 ആണ് റസൂലുള്ളാഹി തങ്ങൾക്ക്. 9 ഭാര്യമാർ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. 9 ഭാര്യമാർ. ഈ 9 ആൾക്കാരോടും റസൂലുള്ളാഹി തങ്ങൾ തുല്യ നീതി കാണിച്ചിരുന്നു, സമയം കൊടുക്കുന്നതിലും സമയം ചെലവഴിക്കുന്നതിലും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഉമ്മു സറ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഉമ്മു സറ ഒരു ദീർഘമായൊരു ഹദീസാണ്, ഒരു സംഭവം, ബനൂ ഇസ്രായേൽപ്പെട്ട ഒരു കഥയാണ്. ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ആ കഥ റസൂലുള്ളാഹി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ കാന യസ്തമിഉ മിന്നി, റസൂൽ എന്നെ കേട്ടിരുന്നു. ഈ കഥേൻ്റെ പ്രത്യേകത, ഉമ്മു സറയുടെ കഥ ഏകദേശം 2-3 മണിക്കൂർ പറഞ്ഞു തീർക്കാനുള്ള കഥയാണ്. ആ കഥ ആയിഷ റളിയല്ലാഹു ഇങ്ങനെ പറഞ്ഞു, റസൂൽ തങ്ങൾ കേട്ടിരുന്നു. ഞാൻ ആലോചിച്ച് നോക്കിയാൽ ഇത്രയും തിരക്കിനിടയിൽ ഈ ഭാര്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ തയ്യാറായി. ഭർത്താക്കന്മാർക്ക് മാതൃകയുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ആയിഷ തന്നെ പറയാൻ, മദീനയിലെ പള്ളിയിൽ ഹബശിക്കാരായ ചില അടിമകൾ അവര്
അവരുടെ കുന്തമെറിയുന്ന മത്സരം അതിങ്ങനെ പരിശീലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് അവരുടെ പ്രത്യേക ഒരു കളിയാണ്. അതിങ്ങനെ കളിക്കുന്ന കണ്ടപ്പോൾ മദീനക്കാർക്ക് അത് ശീലമില്ല. റസൂലുള്ളാഹി തങ്ങൾ ആയിഷാനെ വിളിച്ചു, എന്നിട്ട് കാണിച്ചു കൊടുത്തു ഈ കളി ഇങ്ങനെ കളിക്കുന്നത്. ആയിഷ പറയാണ് റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ വീടിൻ്റെ വാതിലിൻ്റെ ചുമല് ചേർത്ത് വെച്ചു. ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ ചുമലിൽ തല വെച്ചുകൊണ്ട് റസൂലിൻ്റെ പിറകിൽ മറയായി നിന്ന് ഞാൻ ആ കളി ഇങ്ങനെ വീക്ഷിച്ചു. കുറേ സമയം ഇങ്ങനെ നിന്നു. ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചു, ഞാൻ എന്തായാലും എൻ്റെ ഇഷ്ടപ്രകാരം പിരിഞ്ഞു പോകൂല, റസൂൽ ആ മതി പോകാം എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ തിരിച്ചു പോകൂ എന്ന ഉദ്ദേശത്തിൽ ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല വാ പോകാം മതി എന്ന് റസൂൽ എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് വരെ റസൂലുള്ളാഹി തങ്ങൾ അവിടെ എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, റസൂൽ ജോലിയില്ലാത്ത ആളായിരുന്നോ? റസൂൽ മറ്റുള്ള ബാധ്യതകളില്ലാത്ത ആളായിരുന്നോ? അല്ല. പക്ഷെ അതിനുവേണ്ടി സമയം കണ്ടെത്തി. അത് നമുക്ക് മാതൃകയാണ്. എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഒരൽപ്പസമയം ഭാര്യമാർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് കുടുംബ ജീവിതത്തിന് ഇമ്പമുണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ കുടുംബം കലഹങ്ങൾ ഉണ്ടാകും. അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചൊരു മാതൃകയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ആയിഷ എന്ന് പറയാറുണ്ട്, റസൂല് നമുക്കൊക്കെ ചിലപ്പോൾ ഭാര്യമാരെ കൂടെ ചില തമാശ കളികളും അവരുടെ കുട്ടിത്തങ്ങളും നമുക്ക് കാണാൻ നമ്മളിപ്പോഴും പ്രായമായില്ലേ വയസ്സായില്ലേ എന്തെങ്കിലുമൊക്കെ കളിക്കുന്നത് ചോദിക്കും ചില ഭർത്താക്കന്മാർ. യഥാർത്ഥത്തിൽ അവർ പിന്നെ ആരോടാ കളിക്കേണ്ടത്, ആരോടാ ചിരിക്കേണ്ടത്, ആരോടാ ആവലാതിയും പരാതികളും പറയേണ്ടത്? ഭർത്താക്കന്മാരോടല്ലാതെ. ആയിഷ തന്നെ പറയാണ്, റസൂലുള്ളാഹി തങ്ങൾ വഫാത്താക്കുന്ന 63-ാമത്തെ വയസ്സിൽ 63-ാമത്തെ വയസ്സ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ റളിയല്ലാഹുവിന്റെ പ്രായം 18 വയസ്സ്. റസൂലുള്ളാഹി തങ്ങൾ ഞാനുമായി ഓട്ട മത്സരം നടത്തുമായിരുന്നു. റസൂൽ ആരാ? നമ്മളെപ്പോലെ ജോലിയില്ലാത്ത ആളാണോ? അല്ല. ഒരുപാട് ഉത്തരവാദിത്തമുള്ള പ്രവാചകനാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, റസൂലാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തൻ്റെ ഭാര്യയുടെ ആഗ്രഹത്തിന് വേണ്ടി ഭാര്യയുടെ കൂടെ ഓട്ടമത്സരം നടത്തുമായിരുന്നു. ഇന്നും മദീനയിൽ പോയി നമുക്ക് ആ സ്ഥലം കാണാൻ പറ്റും ചരിത്രത്തിൽ. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബിയുമായി ഓട്ടമത്സരം നടത്തിയ സ്ഥലം. അതേപോലെ ആയിഷ തന്നെ പറയാണ്, ആദ്യം നമ്മൾ ഓടി ഞാൻ വിജയിച്ചു, ഞാൻ കുട്ടിയായിരുന്നു, ചെറിയ കുട്ടിയാണ്. റസൂല് വിജയിച്ചു, ആയിഷ ഞാൻ വിജയിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു, രണ്ടാമതൊരു മത്സരം നടത്തി. അതിൽ റസൂലുള്ളാഹി തങ്ങൾ വിജയിച്ചു. അപ്പോൾ റസൂൽ എന്നെ കളിയാക്കിയിട്ട് പറഞ്ഞു, ആയിഷ ഇത് അന്നത്തതിന് പകരമാണ് എന്ന്. ആലോചിച്ച് നോക്കിയാൽ ചില ആൾക്കാർ വീട്ടിലെത്തി അവരെ പൗരുഷം കാണിക്കും. ചിരിയില്ല, കളിയില്ല, തമാശയില്ല, ഗൗരവത്തോടുകൂടി നിൽക്കുക. ഗൗരവം വേണം, അത് വേണ്ടെടുത്ത്. എന്നാൽ ഭാര്യയുടെ മുന്നിൽ ചിലപ്പോൾ കളിക്കേണ്ടി വരും, ചിലപ്പോൾ ചിരിക്കേണ്ടിയും വരും. അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച മാതൃക കൂടിയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് കുടുംബ ജീവിതത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ സംഭവങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന ചില രംഗങ്ങൾ. അതേപോലെ തിരിച്ച് ഇങ്ങോട്ടും ഭാര്യമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹപ്രകടനവും അവരെ കളി തമാശകളും ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതും നമ്മളിപ്പോൾ രണ്ടുപേരും ഒരേപോലെ പാലിക്കേണ്ട മര്യാദയാണ്. അത് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് തെളിവും കൂടിയാണ്. ആയത്ത് മൊത്തത്തിലുള്ളത് എല്ലാവർക്കും ബാധകമാണ്. എങ്കിലും ഭാര്യ ഭർത്താക്കളുടെ ജീവിതം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാകുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നിന്നോട് ഒരാൾ മോശമായി പെരുമാറിയാൽ തിരിച്ചങ്ങോട്ട് അതിനേക്കാൾ നല്ല രൂപത്തിൽ പെരുമാറുക. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ദാമ്പത്യ ജീവിതത്തിലാണ്. ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ജോലി തിരക്കിനിടയിലും കുടുംബ പ്രാരാബ്ധത്തിന്റെ ഇടയിലും ഭർത്താക്കന്മാർ ചിലപ്പോൾ ദേഷ്യം പിടിച്ചേക്കാം. ആവശ്യമില്ലാത്ത ചെറിയ കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ ദേഷ്യം പിടിക്കും, അല്ലേ? ചിലപ്പോൾ എന്തൊക്കെ ചൂടാവും. ഭാര്യമാരെന്ത് ചെയ്യണം? തിരിച്ചങ്ങോട്ട് അതേപോലെയല്ല, മറിച്ച് ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നല്ല രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യുക. നേർമറിച്ച് തിരിച്ച് അങ്ങനെ ഉണ്ടാകാം. ഭർത്താവ് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യും, ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടണമെന്നില്ല. ആ സമയത്ത് ഭാര്യ ചിലപ്പോൾ ദേഷ്യം പിടിക്കും, ചൂടാകും. ഭർത്താവ് അതേപോലെ ചൂടായാൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കും. മറിച്ച് ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നല്ല രൂപത്തിൽ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രൂപം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം. നല്ല രൂപത്തിൽ ആരാണോ ചെയ്യുന്നത് അവനായിരിക്കും അത് കൂട്ടത്തിൽ ഉത്തമനായിട്ടുള്ളത്. രണ്ട് കൈ അടിച്ചാലേ ശബ്ദം ഉണ്ടാവും. ഒരു കൈ മാത്രം അടിച്ചാൽ ശബ്ദം ഉണ്ടാകൂല. അപ്പോൾ ഒരാൾ പ്രശ്നത്തിലാണെങ്കിൽ, ഒരാൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണെങ്കിൽ മറ്റേയാൾ എന്ത് ചെയ്യുക? അത് ക്ഷമ കൈകൊള്ളുകയും സഹിക്കുകയും നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക.
അതാണ് ഈ ആയത്തിന്റെ ഒരു താല്പര്യം അല്ലെ. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നല്ല രൂപത്തിൽ അങ്ങോട്ടേക്ക് പെരുമാറുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അൽ ഇഅഫാഫ്. ഇഅഫാഫ് എന്ന് പറഞ്ഞാൽ ചാരിത്രം. നമ്മുടെ ലൈംഗിക ജീവിതം അത് പരിശുദ്ധപ്പെടുത്തണം, അത് കളങ്കമാക്കരുത്. അത് യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടുമുള്ള ഒരു കരാറാണ്, ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ മാത്രമായിരിക്കും എൻ്റെ ലൈംഗിക പൂർത്തീകരണത്തിന് അള്ളാഹു നിശ്ചയിച്ചു തന്നത്. ഞാൻ അതവിടെ മാത്രമേ പൂർത്തീകരിക്കൂ. അതേപോലെ തിരിച്ചിങ്ങോട്ടും രണ്ടുപേരും വിശ്വസ്തമായൊരു കരാറിൽ ഏർപ്പെടുകയാണ്. അതിലെന്ത് ചെയ്യാൻ പറ്റൂല, വഞ്ചന കാണിക്കാൻ പാടില്ല. അത് രണ്ടുപേരും തുല്യരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിലാണ് ഈ കാര്യം സൂചിപ്പിച്ചത് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ സഹാബാക്കളോട് പറയാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ചെയ്ത സദഖകളും നിങ്ങൾ ചെയ്യുന്ന നന്മകളും. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഫീ ബുദ്ഇ അഹദികും സദഖ, നിങ്ങൾ പുരുഷന്മാർ അവരുടെ ലൈംഗിക ആശ അത് ഭാര്യമാരിൽ പൂർത്തീകരിച്ചാൽ അവർക്കത് സദഖയുടെ കൂലിയാണ്, അതിൽ സദഖയുടെ കൂലിയാണ്. ഇത് കേട്ടപ്പോൾ സഹാബാക്കൾക്ക് ആശ്ചര്യം തോന്നി. ചോദിച്ചു, റസൂലെ അയതി അഹദുന ശഹവതഹു ഫയകൂനു ഫീഹാ അജ്ർ, നമ്മളിൽ ഒരാൾ നമ്മുടെ വികാര പൂർത്തീകരണം നടത്തുമ്പോൾ അതിലും പ്രതിഫലമോ അതിലും കൂലിയോ, അത് സദഖയുടെ കൂലിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ആ സഹാബാക്കളോട് ചോദിച്ചത്, അറഅയ്തും ലൗ വദഅഹാ ഫിൽ ഹറാം അകാന അലൈഹി വിസ്ർ, നീ നിന്റെ ലൈംഗിക ആ ആശ ഇത് പൂർത്തീകരിച്ചത് ഹറാമിലാണെങ്കിൽ നിനക്ക് അതിന്റെ കുറ്റം ഉണ്ടാവൂലേ? അപ്പൊ സഹാബാക്കൾ അത് ഉണ്ടാകും, തീർച്ചയാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത് ഹലാലിലാണെങ്കിൽ അതിന്റെ പ്രതിഫലവും അള്ളാഹു നൽകുന്നതാണ്. അപ്പൊ ഇത് ഒരു കരാറാണ്, ഭാര്യയുമായിട്ടുള്ള ഒരു കരാറാണ്. ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ ഒരിക്കലും വഞ്ചിക്കാൻ പാടില്ലാത്തതാണ്, ചതിക്കാൻ പാടില്ലാത്തതാണ്. നമ്മൾ ചെയ്യുന്ന ചതികളിൽ, വഞ്ചനകളിൽ ഏറ്റവും വലിയ ചതി അതാണ്, വഞ്ചനയാണ്. നമ്മൾ വിശ്വസിച്ച് നമ്മളെ കൂടെ കിടക്കുന്ന ഭാര്യമാരെ നമ്മളെ ചതിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിശ്വാസ വഞ്ചനയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ ഗൗരവത്തിലാണ് ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒക്കെ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ നാലാമത്തത് തർബിയത്തുൽ ഔലാദ്, മക്കളുടെ തർബിയത്ത്. അതിലും രണ്ടുപേരും തുല്യരാണ്. മക്കളെ നിങ്ങൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ ശകാരിക്കുക അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ശകാരിക്കുക, അതിലർത്ഥമില്ല. നിങ്ങളുടെ മക്കളിൽ നിങ്ങൾ രണ്ടുപേരും തുല്യ അവകാശികളാണ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മക്കളുടെ തർബിയത്ത് ഏറ്റെടുക്കേണ്ടവരാണ്. ഒരുപക്ഷെ മക്കളെ കൂടെ അധികം ഉണ്ടാകുന്നത് ഉമ്മമാരായിരിക്കും. അതുകൊണ്ട് ഉമ്മമാരെ കുറച്ചും കൂടി ശ്രദ്ധിക്കുക എന്ന് മാത്രം. മക്കള് കുരുത്തക്കേട് കഴിച്ചാൽ ഉമ്മാനെ മാത്രം ആക്ഷേപിക്കുന്ന അർത്ഥമുണ്ടോ? ഇല്ല. ഉപ്പാനെ മാത്രം ആക്ഷേപിക്കുന്ന അർത്ഥമുണ്ടോ? ഇല്ല. രണ്ടുപേരും പങ്കാളികളാണ്. ഉപ്പ അതിൻ്റെതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, ഉമ്മ അത് ശ്രദ്ധിക്കണം. അപ്പൊ രണ്ടുപേരും നമ്മുടെ മക്കളുടെ തർബീയത്തിന്റെ വിഷയത്തിൽ ഒരേപോലെ ഉത്തരവാദിത്തമുള്ളവരാണ് അല്ലേ. അള്ളാഹു പറഞ്ഞതല്ലേ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഇത്ര വാക്കറിയോ അത്? അൽമാലു വൽ ബനൂൻ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും, സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ഏറ്റവും വലിയ അലങ്കാരമാണ് നിങ്ങൾക്കത്. സീനത്ത്, ഭംഗിയാണ് നിങ്ങൾക്ക്. ഒരുപാട് മക്കളും ഒരുപാട് സമ്പത്തും അള്ളാഹു ഒരാൾക്ക് കൊടുക്കുന്ന ഭംഗിയും അലങ്കാരവുമാണ് ദുനിയാവിൽ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ രണ്ടുപേരും തുല്യ അവകാശത്തോടു കൂടി ചോദ്യം ചെയ്യപ്പെടും. മക്കൾ പിഴച്ചു എന്നതുകൊണ്ട് ഉപ്പാനെ മാത്രം പിടിക്കുമോ? ഇല്ല, ഉമ്മയും അതിൽ തുല്യ അവകാശിയാണ്. അപ്പൊ മക്കളുടെ കാര്യങ്ങൾ രണ്ടാൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ചാമത്തത് അൽ മുഹാഫളതു അലാ അസ്റാരി സൗജിയ്യ. ഇതും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വൻപാപമായി റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച കാര്യം കൂടിയാണ്. അൽ മുഹാഫളതു അലാ അസ്റാരി സൗജിയ്യ, ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുക. രണ്ടുപേരും തുല്യ അവകാശികളാണ്. രണ്ടുപേരും അവരുടെ രഹസ്യങ്ങൾ ബെഡ്റൂമിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അത് മക്കൾക്ക് മുന്നിലായാലും കുടുംബക്കാർക്ക് മുന്നിലായാലും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ മാത്രമായിരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും ഒരു വസ്ത്രം പോലെയാണ്. ഭാര്യക്ക് ഭർത്താവ് വസ്ത്രമാണ്. വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മറക്കുന്നത് അല്ലേ, നമ്മുടെ ശരീരം മറക്കുന്നത്. അപ്പം നമ്മുടെ രഹസ്യം മറക്കുന്നവനായിരിക്കണം ഭർത്താവ്.
അതേപോലെ ഭർത്താവിൻ്റെ വസ്ത്രമാണ് ഭാര്യ. ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ മറക്കേണ്ടവൾ ഭാര്യയാണ്. നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ ഉപ്പാക്ക്, നമ്മുടെ കൂടപ്പുറപ്പുകളായ സഹോദരന്മാർക്ക് അറിയാത്ത രഹസ്യങ്ങൾ ആർക്കറിയാം? നമ്മുടെ ഭാര്യമാർക്ക് അറിയും. നമ്മുടെ ഭാര്യയുടെ, ആ പെണ്ണിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ആ പെണ്ണിനെ കുറിച്ച് അറിയാത്ത രഹസ്യങ്ങൾ ആർക്കറിയാം? ഭർത്താക്കന്മാർക്കറിയും. അത് രണ്ടും സൂക്ഷിക്കപ്പെടേണ്ടതാണ്, പുറത്താക്കാൻ പാടില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് ഇറങ്ങിയപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ തിലാവത്ത് കേൾക്കുമ്പോൾ ഖുറൈശികളൊക്കെ അതിൽ ആകൃഷ്ടരായി. അവർ ഖുർആൻ കേൾക്കാൻ വേണ്ടി മക്കത്ത് തടിച്ചു കൂടാൻ തുടങ്ങി. അതില്ലാതാക്കാൻ ഖുറൈശികൾ ചെയ്തൊരു പണിയുണ്ട്. അവർ പേർഷ്യയിൽ നിന്നും മറ്റും അവിടുത്തെ രാജകുമാരൻ്റെയും രാജകുമാരികളുടെയും ലീലാവിലാസങ്ങൾ എഴുതിക്കൊണ്ടുവരികയും എന്നിട്ട് അതൊരു കവിത പോലെ അല്ലെങ്കിൽ ഒരു കഥ പോലെ, നോവൽ പോലെ അവിടെ അങ്ങാടിയിൽ നിന്നിട്ട് ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കും ജനങ്ങളെ. അവരാ ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ. അതാണ് പിൻകാലത്ത് നമ്മൾ ഈ നോവലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത് അല്ലേ. എല്ലാ നോവലിലുള്ളത് എന്താ? വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും. നല്ലതെന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ ആരെങ്കിലും വായിക്കുമോ? ഇല്ല. അപ്പം ഇത്തരത്തിലുള്ള ശൈലി പണ്ട് ഖുറൈശികൾ സ്വീകരിച്ചു റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കുന്നവരെ തടയാൻ വേണ്ടി. അവർ ഈ നോവലും കാര്യങ്ങളൊക്കെ വായിച്ച് ജനം അങ്ങോട്ട് ആകർഷിപ്പിക്കും. അപ്പോൾ അതൊരു രഹസ്യം. നമ്മുടെ കിടപ്പറ രഹസ്യങ്ങൾ പുറത്തു പറയാന്ന് പറഞ്ഞാൽ അതിൽ ആകർഷിക്കാൻ ഒരുപാട് ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ അധികവും നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ അധിക പേരും തന്നെ കിടപ്പറ രഹസ്യങ്ങളും വീട്ടിനുള്ളിലെ രഹസ്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? പൈസ ഉണ്ടാക്കാൻ അല്ലേ. നാട്ടുകാരെ കാണിച്ച ആൾക്കാർ കൂടും, അതിലൂടെ പൈസ ഉണ്ടാക്കും. എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളും എൻ്റെ വീടും അതെൻ്റെ രഹസ്യമാണ്, എൻ്റെ പ്രൈവസിയാണ്. അവിടെ എൻ്റെ അനുവാദം കൂടാതെ ഒരാൾ കയറ്റാൻ പാടില്ല. ഇല്ല, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ ഭാര്യമാരോട്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ അനുവാദം കൂടാതെ നിങ്ങളുടെ മഹറമായാൽ പോലും നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല. ഇത് രഹസ്യമാണ്, ഭർത്താവിൻ്റെ രഹസ്യമാണ്. ഭർത്താവിൻ്റെ വീടും ഭർത്താവിൻ്റെ ഭാര്യയും മക്കളും കുടുംബമൊക്കെ അത് പുറത്ത് പ്രദർശിപ്പിക്കേണ്ടതല്ല, പുറത്ത് കാണിക്കേണ്ടതില്ല. ആധുനിക കാലഘട്ടത്തിൽ അതൊരു ട്രെൻഡാണ്. കുടുംബത്തിന് വെച്ച് പൈസ ഉണ്ടാക്കുക. ഭാര്യ ഡ്രസ്സ് മാറുന്നത്, ഭാര്യ കുക്ക് ചെയ്യുന്നത്, മക്കൾ ഭക്ഷണം കഴിക്കുന്നത്, മക്കൾ ഉറങ്ങുന്ന സമയം, എഴുന്നേൽക്കുമിടുന്ന ഡ്രസ്സ്, ഇതൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കുക. ഒരു കാലഘട്ടത്തിൽ പേർഷ്യയിൽ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിം നാമധാരികൾ അത് പേറി നടക്കുന്നു. അത് യഥാർത്ഥത്തിൽ കുടുംബത്തിൽ ഛിദ്രത ഉണ്ടാക്കലാണ്, കുടുംബത്തെ ഭിന്നിപ്പിക്കലാണ്, എൻ്റെ രഹസ്യങ്ങൾ മാലോകർക്ക് മുന്നിൽ പരസ്യപ്പെടുത്തലാണ്. തോന്നിവാസമാണ്, പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ഇന്ന മിൻ അശർരിന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ, ഏറ്റവും മോശപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അയാള് അർറജുലു യുഫ്ദി ഇലാ ഇംറഅതിഹി വതുഫ്ദി ഇലൈഹി, അയാൾ രാത്രി തൻ്റെ ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കും. എന്നിട്ടോ രാവിലെ ആയാൽ രാവിലെ ആയാൽ തൻ്റെ കൂട്ടുകാരോട് പോയിട്ട് ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കും. രാത്രിക്കത്തെ കഥകൾ പിറ്റേന്ന് രാവിലെ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അവരെ രസം കൊള്ളിക്കാൻ, അവർക്ക് ആനന്ദം ഉണ്ടാക്കാൻ. ഇവൻ്റെ രഹസ്യങ്ങളൊക്കെ പോയിട്ട് അവിടെ പറഞ്ഞു കൊടുക്കും. ഒരിക്കലും പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ കൂട്ടുകാര് തമാശക്ക് കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭാര്യമാരെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലീലാവിലാസങ്ങൾ പറയും. ഒരിക്കലും പാടില്ലാത്തതാണ്. നിന്റെ കുടുംബം നിന്റെ രഹസ്യമാണ്. അത് സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ പുരുഷൻ. അതല്ലാതെ താന്തോന്നികളെപ്പോലെ എൻ്റെ ഭാര്യയുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് അവരതിൽ ആനന്ദം കൊള്ളുന്നത് കണ്ട് രസിക്കുകയും ചെയ്യുന്നവൻ പെങ്കൂസ് എന്ന് പറയും അല്ലേ. ഗീറത്തില്ലാത്തവൻ, ഭാര്യയോട് കൂറും സ്നേഹവും ഇല്ലാത്തവൻ, പൗരുഷം നഷ്ടപ്പെട്ടവൻ. അങ്ങനെ ആകാൻ പാടില്ല പുരുഷന്മാർ. അവരവരുടെ ഭാര്യയുടെ വിഷയത്തിൽ ഗീറത്തുള്ളവനാകണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില സഹാബാക്കളുടെ കഥകളിൽ അവര് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ പോലും ഗീറത്ത് കാണിച്ചു. എൻ്റെ ഭാര്യയുടെ മുന്നിൽ റസൂലുള്ളാഹി സംസാരിക്കുമ്പോൾ വരെ എൻ്റെ ഭാര്യയാണ് സംസാരിക്കുന്നത്, അതിൻ്റെ ഒരു ഗീറത്ത് അവർ കാണിക്കുമായിരുന്നു. റസൂലുള്ളാഹി ആരാ? ആ റസൂലുള്ളാഹി സംസാരിക്കുമ്പോൾ പോലും സഹാബാക്കളുടെ മനസ്സിൽ ഗീറത്തുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക. അതാണ് പൗരുഷം എന്ന് പറയുന്നത്. പുരുഷന്റെ അഡ്രസ്സാണ്. നമ്മൾ അങ്ങനെയുള്ളവരായിരിക്കണം. നമ്മുടെ ഭാര്യയുടെ രഹസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതാകാൻ പാടില്ല. അതേപോലെ ഈ കാലഘട്ടം പ്രത്യേകം എടുത്തു മനസ്സിലാക്കേണ്ടത്, നമ്മൾ വസ്ത്രം വാങ്ങുമ്പോൾ നിന്റെ കണ്ണിന് നിനക്കിഷ്ടപ്പെട്ടത് വാങ്ങണം. കാരണം നിന്റെ ഭാര്യയുടെ സൗന്ദര്യം നീയാണ് ആസ്വദിക്കേണ്ടത്, ജനങ്ങളല്ല. ഒരു കല്യാണ വീട്ടിൽ പോയാൽ എൻ്റെ ഭാര്യ ഏറ്റവും നല്ല രൂപത്തിൽ അണിയിച്ചൊരുക്കി ജനങ്ങൾക്ക് കാണാൻ വേണ്ടി നിർത്തിച്ചു കൊടുക്കും. ബെഡ്റൂമിലോ നേരെ തിരിച്ചും. അതല്ല വേണ്ടത്. ജനങ്ങൾക്ക് മുമ്പിൽ മറക്കപ്പെടുകയും നിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാവണം നിന്റെ ഭാര്യയുടെ
സൗന്ദര്യം. അതൊക്കെ ഒരു പുരുഷന്റെ സ്വഭാവം പോലെ ഇരിക്കും. നമ്മൾ സഹാബാക്കളെ ഫോളോ ചെയ്യുന്നവരായിരിക്കണം. അവരവരുടെ ഭാര്യമാരുടെ വിഷയത്തിൽ ഗീറത്തുള്ളവരായിരുന്നു. എൻ്റെ ഭാര്യയോട് ആരും സംസാരിക്കാൻ പാടില്ല, എൻ്റെ ഭാര്യ ആരും നോക്കി ആസ്വദിക്കാനും പാടില്ല, അതെനിക്കുള്ളതാണ് എന്നൊരു ബോധം പുരുഷന്മാർക്ക് ഉണ്ടായിരിക്കണം. അതിനുള്ള പൗരുഷം എന്ന് പറയുക, അറബിൽ ഗീറത്ത് എന്ന് പറയും. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതും നമ്മൾ പരസ്പരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ഈ 5 കാര്യങ്ങളാണ് ഭാര്യയും ഭർത്താവും പരസ്പരം ശ്രദ്ധിക്കാനുള്ള ചില മര്യാദകൾ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തത് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടപ്പാടുകൾ. അതും 4-5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത്. അതിലൊന്നാമത്തത് താഅത്തു സൗജ് ബിൽ മഅറൂഫ്. ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നവളായിരിക്കണം. കല്യാണം കഴിച്ചവരും കഴിക്കാൻ പോകുന്നവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു അടിസ്ഥാനമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിനനുസരിക്കുന്നതിലാണ്. ഭാര്യ ഭർത്താവിനനുസരിക്കുന്നതിലാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം. നേരെ തിരിച്ചാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ചയുടെ തുടക്കവുമായിരിക്കും. കാരണം അള്ളാഹു ആണിനെ സൃഷ്ടിച്ചത് അർരിജാലു ഖവ്വാമൂന അലൻ നിസ, സ്ത്രീകളുടേക്കാൾ ആധിപത്യമുള്ളവരായിട്ടാണ്. ഖുലുഖൻ വഖിൽഖൻ, സ്വഭാവത്തിലും സൃഷ്ടിപ്പിലും രണ്ടാണ്. അതൊരിക്കലും ഒന്നാകൂല. അള്ളാഹു അങ്ങനെയാണ് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച അള്ളാഹു പറയാൻ പെണ്ണിനേക്കാൾ ആധിപത്യം ആണിനാണ്. അത് സ്വഭാവം കൊണ്ടും സൃഷ്ടിപ്പ് കൊണ്ടും. അതുകൊണ്ട് തന്നെ ആണാണ് കുടുംബം ഭരിക്കേണ്ടത്. അതിൻ്റെ സഹായിയാണ് ഭാര്യ, പെണ്ണ്. ഇനി പെണ്ണ് കുടുംബം ഭരിക്കുകയും ആണ് സഹായിയാകുകയും ചെയ്താൽ ആ കുടുംബം തകരും, അല്ലേ? അതിൻ്റെ അർത്ഥം പെണ്ണിനൊന്നും മിണ്ടാൻ പാടില്ല, അഭിപ്രായം പറയാൻ പാടില്ല എന്നല്ല. റസൂൽ തങ്ങളുടെ ജീവിതം പഠിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിക്ക് മുമ്പ് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. ഇഹ്റാമിലാണ്. ഖുറൈശികൾ തടഞ്ഞു, തിരിച്ചയച്ചു, അല്ലേ? ഈ വർഷം ഉംറ ചെയ്യാൻ പാടില്ല, അടുത്ത വർഷം വന്നിട്ട് ഉംറ ചെയ്യുക. എല്ലാവരും ഇഹ്റാമിലാണ്. എല്ലാവർക്കും സങ്കടമായി. ഇഹ്റാം കെട്ടിയല്ല ഹുക്കം നമുക്കറിയാലോ. ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടിയാൽ ഹജ്ജ് ഉംറയും പൂർത്തിയായിട്ട് മാത്രമേ തഹല്ലുലാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫിദ്യ കൊടുക്കേണ്ടി വരും, അറുത്ത് കൊടുക്കണം മൃഗത്തിന്. അങ്ങനെ ഇവർ തടയപ്പെട്ട് തിരിച്ചു പോകുന്ന എല്ലാവരും സങ്കടത്തിൽ, വിഷമത്തിൽ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എല്ലാവരും തഹല്ലുലാകുക, ആടിനെ അറുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. ആരും കൂട്ടാക്കുന്നില്ല. കാരണം മനോവിഷമം. അവര് മദീനത്ത് നിന്ന് ആഗ്രഹത്തോടുകൂടി വരിക മക്കത്തേക്ക് ഉംറയ്ക്ക് വേണ്ടി. ആരും തയ്യാറാകുന്നില്ല, കൂട്ടാക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, നിങ്ങൾ പറയണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആദ്യം മുടി വടിച്ച് തഹല്ലുലായി കാണിച്ചു കൊടുക്കുക. അത് കണ്ടാൽ സഹാബാക്ക് നിങ്ങളെ ഫോളോ ചെയ്യും. ഈ സന്ദർഭത്തിൽ റസൂൽ സഹായിച്ചതാരാ? ഭാര്യയാണ്. ആ ഭാര്യ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ അഭിപ്രായത്തിലാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഉമ്മത്തിനെ നയിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം അഭിപ്രായം പറയാം, കൂടാം, സഹായിക്കാം, എന്നാൽ മേലെ ഭരിക്കരുത്. അത് ഭരിച്ചാൽ കുടുംബം തകരും. അപ്പോൾ ഇതും ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നവളായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, റസൂൽ പറയാണ്, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് 5 നേരം നിസ്കരിക്കുകയും വസാമത് ഷഹ്റഹ, റമദാനിൽ നോമ്പെടുക്കുകയും വഹസ്സനത് ഫർജഹ, ആ പെണ്ണിന്റെ ഗുഹ്യാവയവം സൂക്ഷിക്കുകയും ചെയ്താൽ വഅതാഅത് ബഅലഹ, ബഅൽ എന്ന് പറഞ്ഞാൽ സൗജ്, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, ആ പെണ്ണ് ഇഷ്ടമുള്ള സ്വർഗത്തിന്റെ കവാടത്തിലൂടെ ആ പെണ്ണിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ഇത്ര സുന്ദരമാണ് ജീവിതം. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പവുമാണ്. ഭർത്താവിനനുസരിച്ച് ജീവിച്ചാൽ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യാം. എന്നാൽ എൻ്റെ അർത്ഥം ഈ പറഞ്ഞതുപോലെ ഒന്നും ഉണ്ടാൻ പാടില്ല, അഭിപ്രായം പറയാൻ പാടില്ല എന്നല്ല. ആണുങ്ങൾക്കും തെറ്റുപറ്റാം, സ്വാഭാവികം. എന്നാൽ അത് മാന്യമായ രൂപത്തിൽ ഭർത്താവിനോട് സംസാരിക്കേണ്ടതുപോലെ സംസാരിച്ച് തിരുത്തി കൊടുക്കാനുള്ള മാനസികാവസ്ഥ സ്ത്രീകൾക്കുണ്ടായിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്. ഭർത്താവ് തൻ്റെ ലൈംഗിക ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഭാര്യയെ സമീപിച്ചു, ഭാര്യ അത് വിസമ്മതിച്ചു. നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാകുന്ന പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. എന്തെങ്കിലും ചില സൗന്ദര്യ പണക്കത്തിൻ്റെ പേരിൽ ഭാര്യ അത് വിസമ്മതിച്ചു. ഭർത്താവിന് സങ്കടമായി, അയാൾ പോയിട്ട് കിടന്നുറങ്ങി, ഭാര്യയും കിടന്നുറങ്ങി. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സ്ത്രീയെ ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി, ഒരാൾ തൻ്റെ ഭാര്യയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് ആ പെണ്ണ് ഫഅബത്, അത് വിസമ്മതിച്ചു. എന്തെങ്കിലും സൗന്ദര്യപ്പണക്കത്തിൻ്റെ കാരണത്താൽ, എന്ത് കാരണത്താൽ ആ പെണ്ണ് അത് വിസമ്മതിച്ചു? ശർഅ അനുവദിക്കപ്പെടാത്ത
ഷറ അനുവദിച്ച ചില കാര്യങ്ങളുണ്ട്. അതല്ലാത്ത മറ്റെന്തെങ്കിലും ആ പെണ്ണിന്റെ ചില വാശിക്കോ ദേഷ്യത്തിന്റെ പേരിൽ ആ പെണ്ണത് വിസമ്മതിക്കുകയും ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഫബാത ഗൽബാന അലൈഹ, ആ പുതിയാപ്പള ഭർത്താവ് ആ ഭാര്യയോട് വെറുപ്പുള്ള അവസ്ഥയിൽ കിടന്നുറങ്ങുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ലഅനത്ഹൽ മലായികതു ഹത്താ തുസ്ബിഹ്, രാവിലെ ആകുന്നത് വരെ മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇവിടെ കിടപ്പറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ കിടപ്പറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർത്താവ് തൻ്റെ ആവശ്യത്തിന് വേണ്ടി ക്ഷണിച്ചു, ചിലപ്പം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാതെ പോയി, അതല്ലെങ്കിൽ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി വിളിച്ചു, സമ്മതിച്ചില്ല. അങ്ങനെ എന്തായാലും ഭർത്താവ് സങ്കടപ്പെടുന്ന രൂപത്തിൽ, ഭർത്താവിന് ദേഷ്യമുണ്ടാകുന്ന രൂപത്തിൽ ആ രാത്രി രാപ്പാർക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന്. അത് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ പറയാം, അദ്ദുന്യ മതാ, ദുനിയാവെല്ലാം വിഭവങ്ങളാണ്, അല്ലേ? ദുനിയാവെല്ലാം വിഭവങ്ങളാണ്. വഖൈറു മതാഇ ദുനിയ, ദുനിയാവിലെ വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ്. സ്വാലിഹത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരണയുള്ള പെണ്ണ്. അതിനേക്കാൾ നല്ലൊരു സാധനം ദുനിയാവിൽ വേറെ കിട്ടാനില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഒരു പുരുഷന്റെ 4 ഭാഗ്യങ്ങൾ, സൗഭാഗ്യങ്ങൾ ദുനിയാവിൽ: 1 നല്ല ജോലി, 2 നല്ല പാർപ്പിടം, താമസിക്കാനുള്ള സ്ഥലം, വീട്, 3 നല്ല വസ്ത്രം അല്ലെങ്കിൽ നല്ല വാഹനം, 4മത്തത് അനുസരണയുള്ള ഭാര്യ. ഇതൊരാൾക്ക് ദുനിയാവിൽ കിട്ടിയാൽ ദുനിയാവിൻ്റെ ഖൈറാത്തുകളെല്ലാം അയാൾക്ക് കിട്ടി, അല്ലേ? നല്ല സാലിഹത്തായ ഒരു ഭാര്യയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം എത്ര കടമുള്ളതാണെങ്കിലും എത്ര പ്രയാസമുള്ളതാണെങ്കിലും പട്ടിണി കിടക്കേണ്ടി വന്നാലും ആ ദാമ്പത്യ ജീവിതത്തിന് മധുരം ഉണ്ടാവും, അതിനൊരു സന്തോഷം ഉണ്ടാവും, അതിനൊരു റാഹത്തുണ്ടാവും. അപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഭർത്താവിനെ അനുസരിക്കുന്നവളായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് വീട്ടിലുണ്ടായിരിക്കെ ആ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് പോലും എടുക്കാൻ പാടില്ല. ഇനി അഥവാ ആ പെണ്ണ് എടുത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവൾ ആ നോമ്പ് മുറിച്ചു കളയൽ വാജിബാണ്, തുടരാൻ പാടില്ല. കാരണം ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് എടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഭർത്താവ് ആണാണ്, ചിലപ്പോൾ ജോലികൾക്ക് കഴിഞ്ഞ് വിദേശത്ത് വന്ന ആൾക്കാരായിരിക്കും, അവർക്ക് അവരുടെ ലൈംഗിക പൂർത്തീകരണം നടത്തണം. അതിന് ഭാര്യ എന്തെങ്കിലും തരത്തിൽ വിസമ്മതിക്കുന്നതാണെങ്കിൽ ഈ നോമ്പുകാരി ആയിരിക്കെ തന്നെ ആ നോമ്പ് മുറിക്കൽ വാജിബാണ്. അത് പെണ്ണ് നോമ്പെടുക്കാൻ പാടില്ലാത്തതാണ്. അത്ര ഗൗരവമുള്ളതാണ് ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത്. ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിച്ചാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, ആ കുടുംബം വിജയത്തിലാണ്. നേരെ തിരിച്ചാണെങ്കിൽ ആ കുടുംബം തകർച്ചയുടെ വക്കിലാണ്. അത് പുറത്തെത്ര മാന്യന്മാരാണെങ്കിലും ശരി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. 3മത്തത് അൽ ഖറാറു ഫിൽ ബൈത്ത്, സ്ത്രീ അവൾ വീട്ടിൽ ഇരിക്കേണ്ടവളാണ്. പുറത്തിങ്ങനെ ആണുങ്ങളെ പോലെ ഇങ്ങനെ തെണ്ടി നടക്കേണ്ട ആൾക്കാരല്ല സ്ത്രീകൾ. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കുള്ള അഭിമാനം കൂടിയാണ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അടങ്ങിയിരിക്കുക. അതിൻ്റെ അർത്ഥം ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോകണ്ട എന്നല്ല, ആവശ്യത്തിന് വേണ്ടി പോകാം, പക്ഷെ ആണുങ്ങളെ പോലെ ആകാൻ പാടില്ല. അധിക സമയത്തും പുറത്ത്, കുറച്ച് സമയം വീട്ടിൽ. ഇതാണ് ആണുങ്ങളെ ശൈലി. അത് ആണിൻ്റെ അഭിമാനം അങ്ങനെയാണ്, ആണിൻ്റെ അന്തസ് അങ്ങനെയാണ്. പെണ്ണങ്ങനെയല്ല, കുറച്ച് സമയം പുറത്ത്, അധിക സമയം വീട്ടിൽ. അതാണ് പെണ്ണിൻ്റെ അഭിമാനം എന്ന് പറയുന്നത്, അല്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഹൂറിലിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഹൂറിലിങ്ങൾ നമുക്കറിയാം, സ്ത്രീകളുടെ വിഷയത്തിൽ ഒരു വർണ്ണനക്കും തുല്യതയില്ലാത്ത രൂപത്തിൽ അള്ളാഹു വർണ്ണിച്ചവരാണ്. ഹൂറിലിങ്ങളെപ്പോലെ ഒരു പെണ്ണ് ദുനിയാവിലുണ്ട് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം സ്ത്രീകളുടെ സൗന്ദര്യത്തിൻ്റെ അങ്ങേ അറ്റമാണ്. അതിൻ്റെ അപ്പുറം ഒരു വിശദീകരണം വേറെ ഇല്ല. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് അവരെ വിശദീകരിച്ചത്. ആ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞത് ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. അതിൻ്റെ അർത്ഥം അറിയോ? ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. ഖിയാം എന്ന് പറഞ്ഞാൽ കൂടാരങ്ങൾ, മഖ്സൂറാത്ത് പറഞ്ഞാൽ മഹ്ജൂബാത്ത്, തടയപ്പെട്ടവർ, പിടിച്ചു വെക്കപ്പെട്ടവർ. കൂടാരങ്ങളിൽ പിടിച്ചു വെക്കപ്പെട്ടവരാകുന്നു ആ ഹൂറിലിങ്ങൾ. എൻ്റെ അർത്ഥം വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നവരാകുന്നു അവർ. അതൊരു പെണ്ണിനെ സംബന്ധിച്ചുള്ളൊരു അഭിമാനമാണ്. അതാണ് നമ്മുടെ ഭാര്യമാരും പെമ്മക്കളും ശീലിക്കേണ്ടത്. ഇനി പുറത്ത് പോകണ്ട എന്നല്ല, പുറത്ത് പോകാം ആവശ്യത്തിന്. അതും ശരീഅത്ത് നിയമമാക്കിയിട്ടുള്ള, ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സഹാബി വനിതകൾ, അത് റസൂലുള്ളാഹി തങ്ങളുടെ പെമ്മക്കളുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ
ഭാര്യമാരുണ്ട്, ഉമ്മഹാത്തുൽ മുഅ്മിനൂൻ അതിലുണ്ട്. അവര് റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരുമായിരുന്നു. അവർ നിസ്കരിച്ച് തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുമായിരുന്നു, നിങ്ങൾ ലൈസ ലകുന്ന അൻ തഹ്ഖഖ്ന ത്വരീഖ്, നിങ്ങൾ റോഡിന്റെ മധ്യത്തിലൂടെ നടക്കാൻ പാടില്ല. നിങ്ങൾ പെണ്ണുങ്ങളാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? സൈഡ് പിടിച്ച് നടക്കണം, സൈഡിലൂടെ നടക്കണം. ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി പറയാണ്, ഫകാനത്തിൽ മർഅതു തൽതസിഖു ബിൽ ജിദാർ. റസൂൽ സൈഡിലേ നടക്കാൻ പറഞ്ഞത് കൊണ്ട് സൈഡിലുള്ള മതിലിനോട് ചേർന്നിട്ടായിരിക്കും അവരെ നടക്കുക. അവരുടെ വസ്ത്രം ആ മതിലിങ്ങനെ ഉരച്ചുകൊണ്ടായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ അർത്ഥം സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ടവരാണ്, ആണുങ്ങളെ പോലെ പുറത്തിങ്ങനെ പാറി നടക്കേണ്ടവരല്ല എന്നർത്ഥം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പുറത്തു പോകാം ആവശ്യത്തിന്, അതും ഭർത്താവിൻ്റെ കൂടെ ശരീഅത്ത് അനുവദിച്ച രൂപത്തിൽ, അതിൻ്റെ ശരീഅത്ത് മുന്നോട്ട് വെച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട്. അതല്ലാതെ ഒറ്റക്ക് ഷോപ്പിലേക്ക് പോവുക, ഒറ്റക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, അത് തീർത്തും ഒഴിവാക്കേണ്ടതാണ്. മുഅ്മിനത്തായ അഭിമാനിയായ അന്തസ്സുള്ള ഒരു പെണ്ണിന് യോജിച്ച രീതിയല്ല അത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തത് അത്തസയ്യുനു ലിസ്സൗജ്. ഇതും ഭാര്യ ഭർത്താവിനോട് കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്, ഒരു ഹക്കാണ്. അത്തസയ്യുനു ലിസ്സൗജ്, ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുക, ഭംഗിയാകുക ഭർത്താവിന് വേണ്ടി. അത് വാജിബാണ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, അള്ളാഹു നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ഇണയെ സൃഷ്ടിച്ചത് അത് അള്ളാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. എന്തിനാ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത്? ലിതസ്കുനു ഇലൈഹ, ആ ഭർത്താക്കന്മാർക്ക് നിങ്ങളിൽ സമാധാനം അടയാൻ. സമാധാനം അടയണമെന്നുണ്ടെങ്കിൽ എന്താകണം? പെണ്ണ് ഭംഗിയുള്ളവളും അതേപോലെ തന്നെ വൃത്തിയുള്ളവളുമായിരിക്കണം. വൃത്തിയില്ലാത്ത പെണ്ണുങ്ങളൊക്കെ അത് ആണുങ്ങൾ പോവുമോ? ഇല്ല. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു സഹാബി പറയാണ്, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വത്തിൻ, നമ്മളൊരു യുദ്ധത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെയായിരുന്നു. യുദ്ധം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരികയായിരുന്നു മദീനത്തേക്ക്. ഫലമ്മ ഖദിംന, ഞങ്ങൾ മദീനത്തെത്തി. രാത്രി സമയത്തായിരുന്നു നമ്മൾ എത്തിയിരുന്നത്. ദഹബ്ന ലിനദ്ഖുൽ, നമ്മളെന്ത് ചെയ്തു? നമ്മൾ വീട്ടിലേക്ക് പോകാൻ ധൃതി കാണിച്ചു. എല്ലാവരും പള്ളിയിലേക്ക് എത്തി, അവിടെ നിന്ന് ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോകാൻ ധൃതി കാണിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അംഹിലു, നിങ്ങൾ കുറച്ച് സാവകാശം കാണിക്കും. ഹത്താ തദ്ഖുലു ലൈലൻ, ഈ രാത്രി നിങ്ങൾ എന്ത് ചെയ്യേണ്ട? വീട്ടിലേക്ക് പോകേണ്ട, കുറച്ച് സാവകാശം കാണിക്കും. റസൂലുള്ളാഹി തങ്ങൾ എന്തൊരു കാരണം പറഞ്ഞാൽ എന്താ അറിയോ? കാരണം നിങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വരുന്നവരാണ്, വീട്ടിൽ നിങ്ങളില്ല. അപ്പോൾ നിങ്ങൾ എപ്പം വരും, എങ്ങനെ വരും ആർക്കറിയില്ല, ഭാര്യമാർക്ക് അറിയില്ല. അപ്പോൾ അവർ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കും ചിലപ്പോൾ വീട്ടിലുണ്ടാകുക. നിങ്ങൾ പെട്ടെന്ന് കയറിപ്പോയാൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന രൂപത്തിൽ അവളെ കണ്ടാൽ നിങ്ങളുടെ മനസ്സിലെന്തുണ്ടാവും? ഒരു കുത്തുപോകും, ഒരു മോശം ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിലൂടെ നിങ്ങൾ ഭാര്യ നകലാൻ കാരണമാകും, നിങ്ങളുടെ സ്നേഹത്തിനൊരു ഇടർച്ച സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് സാവകാശം കാണിക്കുക. രാവിലെ ആയിട്ട് പോയാൽ മതി, അവർക്ക് വൃത്തിയാകാനും ഒരുങ്ങാനും നിങ്ങൾ സമയം കൊടുക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ചേർത്ത് പറഞ്ഞു, നിങ്ങൾ എന്തിനുണ്ടാ സാവകാശം കാണിച്ച് രാവിലെ പോകാൻ പറഞ്ഞെന്നറിയോ? ഒന്ന്, പിന്നെ മുടി ചീകി വൃത്തിയാക്കാൻ, അവർക്ക് മുടിയൊക്കെ വാരി ഒന്ന് വൃത്തിയാക്കാൻ അവർക്ക് സമയം കൊടുക്കുക. അതേപോലെ തസ്തഹിദ്ദൽ മഗീബ, ഭർത്താക്കന്മാരില്ലാത്തത് കൊണ്ട് തന്നെ ഭാര്യമാർ അവരുടെ എല്ലാ ഭാഗങ്ങളൊന്ന് വൃത്തിയാക്കി മുടിയൊക്കെ വടിച്ച് റാഹത്തായി ഭംഗിയായി ഒരുങ്ങാൻ നിങ്ങൾ അവർക്ക് സമയം കൊടുക്കുക. ഇതാരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? ഭർത്താക്കന്മാർ പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ പെണ്ണിന് ഭംഗിയാകാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ പുരുഷന്റെ മനസ്സിൽ ആ പെണ്ണിനോട് ചിലപ്പോൾ വെറുപ്പും സ്നേഹമില്ലായ്മയും തോന്നിയേക്കാം. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ എന്താ ചെയ്യുക? ഭംഗിയാകാൻ അവസരം കൊടുക്കുക. ഇവിടെ ചിന്തിക്കേണ്ടത്, ഭാര്യമാരെപ്പോഴും ഭർത്താവിൻ്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നവളായിരിക്കണം, നല്ല ചന്തത്തിൽ നിൽക്കുന്നവളായിരിക്കണം, അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണ് എന്നുള്ളത്, റസൂലുള്ളാഹി ചോദിച്ചു, അയ്യുൻ നിസാഇ ഖൈർ, നല്ല സ്ത്രീ ആരാണ്? ഏറ്റവും നല്ല പെണ്ണ് ആരാണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലത്തി തസുറുഹു ഇദാ നദർ. ഭർത്താവ് ആ പെണ്ണിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിന് സന്തോഷം ഉണ്ടാവും. മാഷാ അല്ലാഹ്, എന്തൊരു ചന്തം, എന്തൊരു ഭംഗി. ആ സൗന്ദര്യം ഭർത്താവ് ആസ്വദിക്കും. അതാണ് റസൂലുള്ളാഹി ഒന്നാമതായി പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് വതുതിഉഹു ഇദാ അമർ. പറഞ്ഞ അനുസരിക്കുന്ന പെണ്ണ്, അതായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണ്. എന്ന് മാത്രമല്ല, വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ നിങ്ങളുടെ സമ്പത്തും അതേപോലെ ആ പെണ്ണിന്റെ ശരീരവും ഭർത്താവിന് എതിര് പ്രവർത്തിക്കുന്നവർ, ഭർത്താവില്ല ഇഷ്ടമില്ലാത്ത ആൾക്കാർ മുന്നിൽ സംസാരിക്കുക, അത് ആ പെണ്ണിന്റെ മഹറം ആയാൽ കൂടി തന്നെ, പെണ്ണിന്റെ മഹറമായിരിക്കും എങ്കിൽ കൂടി ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ വീട്ടിൽ കയറ്റാൻ പാടില്ല, അവിടെ സംസാരിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. അതേപോലെ ഭർത്താവിന്റെ സമ്പത്ത്, ഭർത്താവ് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ഭാര്യ ഭർത്താവിന്റെ സമ്പത്ത് ചെലവഴിക്കാനും പാടില്ല. അതാരായാലും ശരി, ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഭർത്താവിന്റെ സമ്പത്ത് ചെലവഴിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, സ്ത്രീകൾ സൗന്ദര്യമുള്ളവരാകണം, ഭംഗിയുള്ളവരാകണം. ആരുടെ മുന്നിൽ? തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ. എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു സങ്കടമുള്ള കാര്യം, വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ എല്ലാവരുടെ മുന്നിലും ഭംഗിയാണ്, എല്ലാവരുടെ മുമ്പിലും സ്ത്രീകൾ അവരുടെ സൗന്ദര്യത്തിൻ്റെ എല്ലാ പൂർണ്ണ രൂപത്തിലും അവർ വരും. പക്ഷെ ഭർത്താവിൻ്റെ മുന്നിലെത്തുമ്പോൾ ഒരു സൗന്ദര്യം ഉണ്ടാവൂല, ഒരു ഭംഗിയാകലുണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. അടുക്കളയിൽ എങ്ങനെയാണോ പണിയെടുക്കുന്നത് അതേപോലെ ഭർത്താവിൻ്റെ മുന്നിൽ. അതൊരിക്കലും പാടില്ലാത്തതാണ്. ഇതൊരു രഹസ്യമാണ്, ജീവിത വിജയത്തിൻ്റെ രഹസ്യമാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷം, ആ തുടക്കത്തിലുണ്ടാകുന്ന ആനന്ദവും സന്തോഷവും മരണം വരെ നിലനിർത്താൻ ഒരടിസ്ഥാനമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഇതാണ്. സ്ത്രീകൾ എപ്പോഴും തസയ്യിന് പാലിക്കുക ഭർത്താവിൻ്റെ മുന്നിൽ. അല്ലേ? പുതിയ പെണ്ണ് വീട്ടിൽ നമ്മുടെ മണിയറയിലേക്ക് വരുമ്പോൾ അടുക്കളയിൽ പണിയെടുത്തിട്ടേ വരിക? അല്ല, അണിഞ്ഞൊരുങ്ങി ചമഞ്ഞിട്ടേ വരിക. അതേപോലെ എല്ലാ ദിവസവും ചമഞ്ഞാൽ ആ സമയത്തുണ്ടാകുന്ന ആനന്ദവും സന്തോഷവും മരണം വരെ നിലനിൽക്കും. അത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. സാധാരണ ഒരു വീട്ടിൻ്റെ നോർമൽ ഒരു കുടുംബമാണെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന് ചന്തം ഉണ്ടാവില്ല, പെണ്ണ് ചമയലും ഉണ്ടാവില്ല, ഭംഗിയാകലും ഉണ്ടാവില്ല. അതോടുകൂടി ഭാര്യ ഭർത്താക്കൾ പരസ്പരം ഇണക്കം പിണക്കം ഒക്കെ തുടങ്ങും. അത് പാടില്ല. അത് നിലനിൽക്കാനുള്ള ഒരു മാനദണ്ഡം ഇതാണ്. ഈ ഹദീസിന് ഉദ്ദേശിച്ച് മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഭർത്താവിൻ്റെ മുമ്പിൽ പെണ്ണ് ഭംഗിയാകൽ വാജിബാണ്, ചമയണം, ഒരുങ്ങണം. എങ്ങനെയൊക്കെ സാധിക്കുമോ അങ്ങനെയൊക്കെ ഭംഗിയായിട്ട് വേണം ഭർത്താവിൻ്റെ മുന്നിലേക്ക് പോകാൻ. എങ്കിൽ ഇസ്ലാം നിരോധിച്ച രൂപത്തിലാകാനും പാടില്ല. അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. അതുപോലെ നാലാമത്തത് ഖിദ്മത്തുൽ ബൈതി വസ്സൗജ്. ഭാര്യ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാര്യ ഒരിക്കലും ഭർത്താവിൻ്റെ അടിമയല്ല. എങ്കിൽ കൂടി ഭാര്യയുടെ ഹക്കിൽപ്പെട്ടതാണ് ഭർത്താവിന് ഖിദ്മത്ത് എടുക്കുക എന്നുള്ളത്. അതായത് ഭർത്താവിന് വേണ്ടി സേവനം ചെയ്യുക, ഭർത്താവിനെ സഹായിക്കുക, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഭർത്താവിൻ്റെ വസ്ത്രം അലക്കുക, ഇസ്തിരിയിട്ട് കൊടുക്കുക, ഭർത്താവിൻ്റെ വീട് വൃത്തിയായി സൂക്ഷിക്കുക, ഭർത്താവിൻ്റെ മറ്റുള്ള വാഹനങ്ങൾ അത് സൂക്ഷിക്കുക. ഇതൊക്കെ ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ അർത്ഥം ഭാര്യ ഭർത്താവിൻ്റെ അടിമ എന്നല്ല. ഇത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. മറിച്ച് ഈ പെണ്ണ് ഭർത്താവിനോട് കാണിക്കേണ്ട ഒരു മര്യാദ, ഭർത്താവിന് ഖിദ്മത്ത് എടുക്കുക. സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഫക്കീറായൊരു മനുഷ്യനാണ്, വലിയ ധനികനൊന്നുമല്ല. ഒരു തോട്ടമുണ്ട്. ആ തോട്ടമാകട്ടെ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തൊരു തോട്ടം. ആ തോട്ടത്തിൽ പണിയെടുത്ത് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന ഒരു സഹാബി. ആ സുബൈർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ തോട്ടത്തിൽ ഭർത്താവിനെ സഹായിക്കുമായിരുന്നു. സ്ത്രീ പറയാണ്, ഒരു ദിവസം ഞാൻ തോട്ടത്തിൽ നിന്ന് സുബൈർ റളിയല്ലാഹുവിന് ഭക്ഷണവും കൊടുത്ത് അവിടെ തോട്ടത്തിൽ നിന്ന് എനിക്ക് തന്ന ചില കാര്യങ്ങൾ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടി ഞാൻ തലയിൽ ചുമന്നുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വരുന്ന സമയം റസൂലുള്ളാഹി തങ്ങൾ എന്നെ വഴിയിൽ വെച്ച് കണ്ടു. റസൂലിൻ്റെ കൂടെ ചില അൻസാരികളെ സഹാബകൾ ഉണ്ടായിരുന്നു. റസൂലിൻ്റെ സലാം പറഞ്ഞു, എന്നെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനെ സഹായിക്കുകയും ഭർത്താവിൻ്റെ ജോലിയിൽ സഹായിക്കുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അത് വിസമ്മതിച്ചിട്ടില്ല, പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അത് അംഗീകരിച്ചു. അതിൻ്റെ അർത്ഥം ഭാര്യ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാം, ജോലിയിൽ സഹായിക്കാം, മറ്റുള്ള കാര്യങ്ങളിലും സഹായിക്കാം, തിരിച്ചിങ്ങോട്ടും സഹായിക്കാം. അതും നമ്മുടെ പൗരുഷം പണയം വെക്കുന്നതല്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ ചില ആൾക്കാർ മനസ്സിൽ വെച്ചിരുന്ന ചില ധാരണ അതാണ്, ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിമയാണ്, നമുക്ക് വേണ്ടി പണിയെടുക്കേണ്ടവളാണ്, നമ്മളോ രാജാക്കന്മാരെ പോലെ ജീവിക്കേണ്ടവരുമാണ്.
അതേപോലെ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അത് നമ്മുടെ പൗരുഷത്തിന് കോട്ടം സംഭവിക്കും. അതുകൊണ്ട് ഭാര്യനെ സഹായിക്കാനും പാടില്ല എന്നൊരു മൂഢമായൊരു ധാരണ ചില സാധാരണ ആൾക്കാർ വെച്ച് പുലർത്താറുണ്ട്. അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം. ഒരു ഭാര്യനെ സഹായിച്ചു എന്നതുകൊണ്ട് ഭർത്താവ് വളരെ അടിമയാകുന്നില്ല, അല്ലേ? ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തു എന്നതുകൊണ്ട് ഭാര്യ ആ ഭർത്താവിൻ്റെയും അടിമയാകുന്നില്ല. ഓരോരുത്തർക്കും വേണ്ട അവകാശങ്ങൾ ഇസ്ലാം വകവെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ഒരു സഹാബി ആയിഷ റളിയല്ലാഹു ചോദിച്ചു, എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ പെരുമാറാറുള്ളത്, അല്ലെ? റസൂലിന്റെ വീട്ടിന്റെ കാര്യങ്ങൾ ഭാര്യമാർക്കല്ല അറിയുന്നത്. അത് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങൾ വീട്ടു ജോലിയിൽ ഭാര്യമാരെ സഹായിക്കുമായിരുന്നു. അപ്പോൾ ചോദിച്ചു എന്തൊക്കെയാ ചെയ്യാം? അപ്പോൾ പറഞ്ഞു, വീട്ടിലെ കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കും. അതേപോലെ വസ്ത്രം തുന്നും, ചെരുപ്പ് തുന്നും റസൂലുള്ളാഹി തങ്ങൾ. അടുക്കള കാര്യങ്ങളിൽ നമ്മൾ ഖിദ്മത്ത് ചെയ്യുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെന്തായാലും റസൂലുള്ളാഹിയേക്കാൾ അഷ്റഫായ ആൾക്കാരല്ല. റസൂലുള്ളാഹി തങ്ങൾ റസൂലാണ്, നബിയാണ്. അതിനു പുറമെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ഈ ഉമ്മത്തിൻ്റെ മൊത്തം ഫിക്ർ തലയിൽ വെച്ച് നടക്കുന്ന ഒരു ദായി കൂടിയാണ്. അത് അള്ളാഹു അങ്ങനെയാണ് പ്രവാചകനെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. ആ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ ഭാര്യയെ സഹായിക്കുകയും ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കുകയും ചെയ്താൽ, പ്രിയമുള്ളവർ, യഥാർത്ഥത്തിൽ വീട്ടിൽ ഭാര്യയെ സഹായിക്കുക എന്നുള്ളത് പൗരുഷത്തിൻ്റെ അടയാളമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതുകൂടി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുക. അവസാനത്തത് അൽ-ഖാമിസ്, അഞ്ചാമത്തത് അൽ ഇഹ്ദാദു ഇൻദ വഫാത്തി സൗജ്. അതും ഭർത്താവിനോട് കാണിക്കേണ്ട ഭാര്യയുടെ ഒരു മര്യാദയാണ്. ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭർത്താവിൻ്റെ വിയോഗത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട് 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കുക. ആ ഇദ്ദയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇഹ്ദാദ് പാലിക്കുക. ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഒഴിവാക്കുക, അല്ലെ? ജീവിതകാലം മുഴുവനും ഭർത്താവിൻ്റെ മുന്നിൽ സൗന്ദര്യത്തോടു കൂടി ജീവിക്കുക. ഭർത്താവ് മരണപ്പെട്ടാൽ ആ ദുഃഖത്തിൽ 4 മാസവും 10 ദിവസവും സൗന്ദര്യം അത് ഒഴിവാക്കുക. സൗന്ദര്യം പാടില്ല, കൺമഷി ഇടാൻ പാടില്ല. അതേപോലെ നല്ല കണ്ടാൽ ആകർഷണീയത തോന്നുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. അതേപോലെ വീട്ടിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ കണ്ടാൽ ആകർഷണീയത തോന്നുന്ന ഒന്നും സ്ത്രീകൾക്ക് പാടില്ല. അതെന്തൊക്കെയാണോ നമ്മുടെ നാട്ടിൽ സാധാരണ? ആഭരണങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, അതേപോലെ മൈലാഞ്ചി ഇടുക, കണ്ണിന് സുറുമയിടുക, ഇതെല്ലാം സ്ത്രീ ഒഴിവാക്കേണ്ടതാണ് ഇദ്ദയുടെ സമയത്ത്. അതും തൻ്റെ ഭർത്താവിനോട് കാണിക്കേണ്ട മര്യാദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടാൽ ആ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ 3 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സങ്കടപ്പെടാം. 3 ദിവസം, അതായത് താസിയത്തിൻ്റെ ദിവസം, അല്ലേ? 3 ദിവസം. ആ 3 ദിവസം ആ വീട്ടുകാർക്ക് ആ വീട്ടുകാരുടെ സങ്കടത്തിൽ മറ്റുള്ളവർക്ക് പങ്കാളികളാകാം. അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അതിനാണ് താസിയത്ത് എന്ന് പറയുക, അല്ലേ? ഒരാളൊരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആ വീട്ടിൽ ആൾക്കാർ സങ്കടത്തിലായിരിക്കും, പ്രയാസത്തിലായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? അയൽവാസികൾ ഭക്ഷണം വെച്ച് ഉണ്ടാക്കി കൊടുക്കുക, അവിടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുക, ആ വീട്ടിലേക്ക് പോയിട്ട് അവരെ അനുശോചനം അറിയിക്കുക, തഅസിയത്തിന്റെ ദുആ പറയുക. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളാണ്. 3 ദിവസം. അതിൻ്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാവർക്കും 3 ദിവസമാണെങ്കിൽ ഭാര്യയ്ക്ക് അതിലും കൂടുതലാകാം. കാരണം ഇത്രയും കാലം എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ ഭർത്താവാണ്. ആ ഭർത്താവ് മരണപ്പെട്ടാൽ 3 ദിവസം പോരാ, മറിച്ച് 40 ദിവസം, പിന്നെ 4 മാസവും 10 ദിവസവും ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം? അനുശോചനം അറിയിക്കാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം കൂടിയാണ്. എന്തുകൊണ്ട് 4 മാസവും 10 ദിവസമാക്കി? വല്ലാഹു ആലം. അതിൻ്റെ പിന്നിലെ ഹിക്മത്ത് അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അള്ളാഹു പറഞ്ഞു, നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രം. ചില ആൾക്കാർക്ക് വർഷം കഴിഞ്ഞാലും സങ്കടം മാറുമോ? ഇല്ല. ചില ആൾക്കാർക്ക് 2 ദിവസം കഴിഞ്ഞാൽ സങ്കടം മാറും. അതുകൊണ്ട് ഇത് ഇരിക്കേണ്ടതെന്നാണോ? അല്ല. അത് അള്ളാഹു നിശ്ചയിച്ച സമയം അതാണ്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ ഇരിക്കേണ്ടതാണ്. ഇനി എവിടെ ഇദ്ദ ഇരിക്കേണ്ടത്? അത് ഭർത്താവ് താമസിച്ച വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഇദ്ദ ഇരിക്കേണ്ടതാണ്. ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ മരണത്തോടു കൂടി വേറെ ആരുമില്ല, ഒറ്റക്കാണ്, മക്കളെല്ലാം വിദേശത്താണ്, ഒരു വഴിയില്ല, എന്ത് ചെയ്യും? ആവശ്യമാണെങ്കിൽ സൗകര്യമുള്ള വീട്ടിലേക്ക് മാറുന്നത് കൊണ്ട് വിരോധമില്ല. എങ്കിൽ കൂടി ഭർത്താവ് മരണപ്പെട്ട അതേ വീട്ടിലിരിക്കലാണ് ഏറ്റവും ഉത്തമം. അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ ചര്യയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ചില മര്യാദകൾ. ഇതിൻ്റെ കൂടെ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യുക? റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം പഠിക്കുക. റസൂലുള്ളാഹി തങ്ങളുടെ ആയിഷയുടെ കൂടെ എങ്ങനെയാണ് ജീവിച്ചത് അത് പഠിച്ചാൽ ഒരു ഭർത്താവ് ഭാര്യയുടെ എങ്ങനെ പെരുമാറണം എന്ന് നമുക്ക് കിട്ടും.
അതേപോലെ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബിയുടെ കൂടെ എങ്ങനെയാണ് ജീവിച്ചത് അത് പഠിച്ചാൽ ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെയായിരിക്കണം എന്ന രീതിയും നമുക്കത് കിട്ടും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ആസ്വദിക്കുന്ന സന്തോഷത്തിലും ആനന്ദത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ ദാമ്പത്യ ജീവിതമാണ്. ആ ദാമ്പത്യ ജീവിതം മംഗളകരമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയപ്പെട്ട മര്യാദകൾ പാലിക്കുക എന്നുള്ളതാണ്. ഇത് പാലിച്ച് തഖ്വയോടുള്ള ജീവിതം ഒരാൾ കൈവരിച്ചാൽ തീർച്ചയായും ആ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കും. ഒരടിസ്ഥാനം കൂടി പറഞ്ഞത് ലാസ്റ്റ്, ദാമ്പത്യ ജീവിതം വിജയിക്കാനുള്ള ഒരടിസ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടിയാണ്. മൻ തറക ശൈഅൻ ലില്ലാഹി അവ്വലഹു അല്ലാഹു ഖൈറൻ മിമ്മാ തറക്. നമ്മുടെ ജീവിതത്തിൽ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു അടിസ്ഥാനം കൂടിയാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാനുള്ള കാര്യം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാവും, ഒരുപാട് കൂട്ടുകാരുണ്ടാവും, അല്ലേ? ഈ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. നമുക്ക് ഭാര്യയോട് കിട്ടേണ്ട സകല കാര്യങ്ങളും കല്യാണത്തിന് മുമ്പ് തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ്. എല്ലാ രൂപത്തിലും സംസാരിക്കാൻ ആളുണ്ടാവും, കളിക്കാനും ചിരിക്കാനും ആളുണ്ടാവും, സഹായിക്കാനും കെയറിങ്ങിനും ആളുണ്ടാവും, എല്ലാത്തിനും ആൾക്കാരുണ്ടാവും. അത് രസവും സുഖവുമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക ശൈഅൻ, ഇത്തരത്തിലുള്ള ഹറാമായ കാര്യങ്ങൾ ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയാൽ, അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ കല്യാണത്തിന് മുമ്പുള്ള സ്ത്രീകളുമായിട്ടുള്ള എല്ലാ ഇടപാടും ഒരാൾ ഒഴിവാക്കി. എന്തുകൊണ്ട്? സാധിക്കാത്തതുകൊണ്ടാണോ? അല്ല. സൗകര്യമില്ലാത്തതുകൊണ്ടാണോ? അല്ല. അതിനാളെ കിട്ടാത്തതുകൊണ്ടാണോ? അല്ല. മറിച്ച് അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കി, അള്ളാഹ് പറഞ്ഞു എന്നതുകൊണ്ട് ഒരാൾ ഒഴിവാക്കിയാൽ അവ്വലഹു അല്ലാഹു ഖൈറൻ മിമ്മാ തറക്, തീർച്ചയായും അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് പകരം നൽകുന്നതാണ്. അപ്പൊ ദാമ്പത്യ ജീവിതം കഴിഞ്ഞ ജീവിതത്തിനേക്കാൾ സന്തോഷത്തിലും ആനന്ദത്തിലും അള്ളാഹു ആക്കി തരുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് യുവാക്കൾ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. കല്യാണം കഴിച്ചവർക്കും കഴിക്കാൻ പോകുന്നവർക്കും ഇനി കഴിക്കേണ്ടവർക്കും അള്ളാഹുയുടെ ദാമ്പത്യ ജീവിതങ്ങൾ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. മരണം വരെ സന്തോഷങ്ങൾ മാത്രമുള്ള ജീവിതമാക്കി അള്ളാഹു മാറ്റട്ടെ. നാളെ പരലോകത്തും നമ്മുടെ ഭാര്യമാരുടെ കൂടെ, കുടുംബത്തിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള സൗഭാഗ്യം റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ നൽകി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. هذا والله أعلم وصلى الله على نبينا محمد.